നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ ഭാസിസ് അക്കാഡമി ചേർത്തല നഗരത്തിൽ പ്രവർത്തിക്കുവാൻ പോകുന്ന വിവരം അറിയിക്കുകയാണ്. ചേർത്തല നഗരത്തിൽ എവിടെയാണ് നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം. അതിനുള്ള വ്യക്തമായ മറുപടിയാണ് ഇത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം മനോരമ കവല എന്ന പേരിലാണ് ചേർത്തല നഗരത്തിൽ അറിയപ്പെടുന്നത്. മനോരമ കവല എന്നതിനേക്കാൾ ഉപരി ഈ ഒരു നാൽക്കവല അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ കഴിയുമ്പോൾ അറിയപ്പെടാൻ പോകുന്ന പേര് നങ്ങേലിക്കവല എന്നാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും മറ്റൊരു ചോദ്യം കൂടി വരും, ആരാണ് ഈ നങ്ങേലി? നങ്ങേലിയെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരു 150 വർഷങ്ങൾക്കപ്പുറത്തെ നമ്മുടെ ചേർത്തലയല്ല അന്നത് കരപ്പുറം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശമാണ്. ഈ കരപ്പുറത്ത് ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ആശയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച ഒരു ഈഴവ യുവതി, അവരാണ് നങ്ങേലി. മാറുമറച്ച് നടക്കുവാൻ അവകാശമില്ലാതിരുന്ന കാലഘട്ടത്തിൽ മാറുമറയ്ക്കണമെന്നുണ്ടെങ്കിൽ മുലക്കരം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്ന ഒരു അനാചാരം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരായി പ്രതികരിച്ച യുവതിയാണ് നങ്ങേലി. മുലക്കരം പിരിക്കുവാനായി എത്തിയ ജന്മിമാരുടെ മുന്നിൽ സ്വന്തം മുല ഛേദിച്ചുകൊണ്ട് മുലക്കരം എന്ന അനാചാരത്തിനെതിരെ പ്രതികരിച്ച നങ്ങേലിയുടെ പേരിൽ പുനർസൃഷ്ടിക്കപ്പെടുവാൻ പോകുന്ന ചേർത്തല നഗരത്തിന്റെ ഹൃദയഭാഗമാണ് ഈ നങ്ങേലിക്കവല എന്ന മനോരമ കവല. നമ്മുടെ സ്ഥാപനം ഈ കവലയോട് ചേർന്നുള്ള ഒരു ബിൽഡിങ്ങിലാണ് വരുന്ന വിജയദശമി ദിനം മുതൽ പ്രവർത്തിക്കുവാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ അക്കാഡമിക്കായി നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു നടത്തം ഒരുമിച്ച് പോകാം. 100 മീറ്റർ മാത്രമാണ് ഈ മനോരമ ജംഗ്ഷനിൽ നിന്നും നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ദൂരം. എങ്ങനെ പോകണമെന്നും ഏത് വഴി പോകണമെന്നും പോകുന്ന വഴി ഏതെല്ലാം കാഴ്ചകൾ ഉണ്ടെന്നും ഒക്കെ നമുക്ക് കണ്ടും മനസ്സിലാക്കിയും നമ്മുടെ സ്ഥാപനത്തിലേക്ക് പോകാം. ഓക്കെ അല്ലേ? ഈ കാണുന്ന ജംഗ്ഷൻ ഇതാണ് മനോരമ കവല. ഈ മനോരമ കവലയിലേക്ക് ബസ്സിൽ വരുന്ന റൂട്ടുണ്ട്. എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന ആളുകളുണ്ട്. അവർക്ക് വന്നിറങ്ങുവാനായിട്ട് പറ്റുന്ന ഒരു ജംഗ്ഷനാണ് ഈ മനോരമ കവല എന്ന് പറയുന്നത്. ചേർത്തല KSRTC ബസ് സ്റ്റാൻഡിനും അതേപോലെ ചേർത്തല പ്രൈവറ്റ് സ്റ്റാൻഡിനും തൊട്ട് മുൻപായിട്ടുള്ള ബസ് സ്റ്റോപ്പ്, മുട്ടം മാർക്കറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ബസ് സ്റ്റോപ്പ്, ഇതാണ് മനോരമ കവല. മനോരമ കവലയിൽ നമ്മൾ ബസ് ഇറങ്ങി മനോരമ കവലയുടെ വടക്ക് ഭാഗത്തേക്കുള്ള റോഡിനൊരു പ്രത്യേകതയുണ്ട്. അത് വിപ്ലവ ഭൂമി. ബ്രിട്ടീഷുകാർക്കും അതേപോലെ തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർക്ക് എതിരെയും കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായിട്ട് വിപ്ലവം നടത്തിയ, സമരം നടത്തിയ പ്രദേശം, അതാണ് വയലാർ എന്ന് പറയുന്നത്. വയലാറിലേക്ക് തിരിയുന്ന ഒരു റോഡുണ്ട്. ആ റോഡിലൂടെ ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാലാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. വയലാറിലേക്ക് തിരിയുന്ന റോഡിലൂടെ ഒരു 50 മീറ്റർ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കുരിശ് പള്ളിയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്നും ബോർഡ് വെച്ചുകൊണ്ടുള്ള ഒരു കുരിശ് പള്ളിയാണ് ഇവിടെയുള്ളത്. ഈ കുരിശുപള്ളിക്ക് പിന്നിലായി മറ്റൊരു പള്ളി അല്ലെങ്കിൽ മറ്റൊരു ആരാധനാലയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്ന് നബിദിനമൊക്കെ ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പതുക്കെ നടക്കാം. അതായത് മനോരമ ജംഗ്ഷനിൽ നിന്നും 50 മീറ്റർ മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ. ബസ് റൂട്ടാണ് എന്നതുകൊണ്ട് തന്നെ ഇതാ ചേർത്തല എറണാകുളം ബസ് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതുമാണ്. മനോരമ കവലയിൽ നിന്നും വയലാർ റോഡിലൂടെ ഏകദേശം ഒരു 50 മീറ്റർ കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ ആരാധനാലയങ്ങളാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ കുരിശുപള്ളിയും അതേപോലെ സെൻട്രൽ ജുമാ മസ്ജിദ്, ചേർത്തല നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജുമാ മസ്ജിദ്. ഈ ജുമാ മസ്ജിദിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. VTAM ഓഡിറ്റോറിയം ബിൽഡിംഗ് ആണ്, VTAM ഹാൾ. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബിൽഡിങ്ങിലാണ് നമ്മുടെ സ്ഥാപനമുള്ളത്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമ്മുടെ സെൻട്രൽ ജുമാ മസ്ജിദ് ചേർത്തല, അതിനോട് ചേർന്ന് കാണുന്ന ഒരു ബിൽഡിംഗ് ആണ് VTAM ഹാളും VTAM ഓഡിറ്റോറിയവും VTAM ബിൽഡിങ്ങും. ഈ കാണുന്നതാണ് VTAM ബിൽഡിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ കോച്ചിങ് സെന്ററിനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിന്റെ 2ാമത്തെ നിലയിലേക്ക്, അതായത് ഫസ്റ്റ് ഫ്ലോറിലുള്ള 2 ക്ലാസ് മുറികളാണ് നമ്മുടെ PSC ക്ലാസ്സിനായിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ് മുറി ഒന്ന് കാണാനായിട്ട് പോവാം. നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള സ്റ്റെയർ കേസ് കയറി നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ ഒരു ബോർഡ് ഇവിടെ കാണാതാണ്, കിങ്സ് ഇംഗ്ലീഷ് എന്ന ഒരു ബോർഡ് കാണാം. നേരത്തെ നമ്മുടെ ഈ ഒരു ബിൽഡിംഗിൽ പ്രവർത്തിച്ചിരുന്നത് ഒരു PSC കോച്ചിങ് സെന്റർ കൂടിയായ കിങ്സ് ഇംഗ്ലീഷ് ആയിരുന്നു. ഈ സ്ഥാപനത്തിനെയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ക്ലാസ് മുറി ഒന്ന് കാണാനായിട്ട് നമുക്ക് പോവാം. നമ്മുടെ ബിൽഡിങ്ങിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ് ഇത്.
അതായത് നമ്മുടെ ജുമാ മസ്ജിദ്, അവിടെ പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുകയാണ്. ആ ജുമാ മസ്ജിദിന്റെ ആഘോഷവും ഒക്കെ ഇവിടെ നടക്കുകയാണ്. ഇവിടെ നിന്നും നമുക്ക് വളരെ ഭംഗിയായിട്ട് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ ബിൽഡിങ്ങിലേക്ക് നമുക്കൊന്ന് പോവാം. ഇങ്ങനെയാണ് ബിൽഡിങ്ങിലേക്കുള്ള യാത്ര. നമ്മുടെ കോച്ചിങ്ങിനായി നമ്മൾ കണ്ടെത്തിയ ബിൽഡിങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. ആദ്യമേ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഒരു ഓഫീസ് റൂം കാണാനായിട്ട് സാധിക്കും. നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനമായതുകൊണ്ട് തന്നെ വളരെ ഗമനീയമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓഫീസായിരുന്നു പറയാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പരാതികളും നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അല്ലെ, സരസ്വതി ദേവിയുടെ ഒരു ഫോട്ടോ ഒക്കെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ക്ലാസ് മുറിയിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇടതുവശത്തും വലതുവശത്തുമായിട്ട് 2 ക്ലാസ് മുറികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന, ഇടതുവശത്തും വലതുവശത്തുമായിട്ട് 2 ക്ലാസ് മുറികളുണ്ട്. ആ ക്ലാസ് മുറികൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അത്യാവശ്യം കുട്ടികൾ നല്ല രീതിയിൽ ഇരുന്ന് പഠിച്ചിരുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ തന്നെയാണ് ക്ലാസ് മുറി സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത്. ബെഞ്ചും ഡെസ്കും എല്ലാം ഉണ്ട്. ബോർഡിൽ നേരത്തെ ക്ലാസ് എടുത്തിരുന്ന സംവിധാനങ്ങളെല്ലാം ഉണ്ട്. എന്റെ പേര് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ പേരും ചെയർമാന്റെ പേരും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് മുറിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇത്രയും പേർക്ക് ഇരുന്ന് പഠിക്കാൻ, ഒരു 60ഓളം ആളുകൾക്ക് അല്ലെങ്കിൽ 50 മുതൽ 60ഓളം ആളുകൾക്ക് ഒരു ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കുവാനുള്ള സംവിധാനമുള്ള ഒരു ക്ലാസ് മുറി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ് മുറിയിലേക്ക് നമുക്കൊന്ന് പോകാം കേട്ടോ. അടുത്ത ക്ലാസ് മുറി എന്ന് പറയുമ്പോൾ ഇവിടെ ചേർന്ന് തന്നെയാണുള്ളത്. അടുത്ത ക്ലാസ് മുറിയിലേക്ക് നടന്നു കഴിഞ്ഞാൽ എന്താ വേണ്ട, സെയിം ഇതിന്റെ മറ്റൊരു പതിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടോ ഒരു ക്ലാസ് മുറി തന്നെ മറ്റേതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെയുള്ള ഒരു ക്ലാസ് മുറിയാണ്. നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ, അത്യാവശ്യം നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കുവാനുള്ളൊരു അന്തരീക്ഷമുള്ള ഒരു ക്ലാസ് മുറിയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികൾ ഇതിനോട് തൊട്ടടുത്ത് തന്നെ നടക്കുന്നുണ്ട്. ധാരാളം ആളുകളൊക്കെ വന്നിട്ടുമുണ്ട്. ഓക്കെ, ഇനി വാഹനത്തിൽ വന്നു പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാഹനം വയ്ക്കുന്നതിന് നല്ല മികച്ച രീതിയിലുള്ള പാർക്കിംഗ് സംവിധാനങ്ങളും ഒക്കെ നമ്മുടെ ബിൽഡിങ്ങിനോട് ചേർന്നുണ്ട്. അതുകൂടിയൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. നമ്മുടെ ഓഫീസും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോ കണ്ടത്, അല്ലെ? അപ്പോൾ ഇത്രയും നല്ല രീതിയിലൊരു സംവിധാനം ചേർത്തല നഗരത്തിൽ നമുക്ക് ലഭിച്ചതിനെ തുടർന്ന് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇവിടെ വെച്ച് നടത്താനായിട്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുക. വിജയദശമി ദിനം അല്ലെ വിദ്യാരംഭ ദിനമാണ്. ആ ദിവസമാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇവിടെ സമാരംഭം കുറിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കുകയാണ്. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 100 ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിഷൻ ഫീസ് ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ പ്രവേശനം നൽകുന്നത്. അതേപോലെ തന്നെ ഓർക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അഡ്മിഷൻ ഫീസ് നമ്മൾ സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നുണ്ട്. അതേപോലെ മന്ത്ലി ഫീസ് എന്ന് പറയുന്നത് വെറും 800 രൂപ മാത്രവുമാണ്. വെറും 800 രൂപ മന്ത്ലി ഫീസ് വാങ്ങിക്കൊണ്ട് അഡ്മിഷൻ ഫീസ് ഒഴിവാക്കിക്കൊണ്ട് പഠിക്കണമെന്നും സർക്കാർ ജോലി നേടണമെന്നും ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്ന ഒരു സംരംഭമാണ് ഇത്. PS ശ്യാം മെമ്മോറിയൽ ഫാസിസ് അക്കാഡമിയാണ്. നമ്മളിവിടെ നവീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള ഒരു 4 ആഴ്ചക്കാലം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുവാനുണ്ട്. അതിനുശേഷം നമ്മുടെ ക്ലാസ്സുകൾ ഇവിടെ ആരംഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയുവാനുള്ള വെച്ചാല്, ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു അഡ്മിഷൻ ഫീസ് ഒഴിവാക്കിയിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിലേക്ക് പ്രവേശനം, അഡ്മിഷൻ, അത് 100 പേരെന്ന് പറഞ്ഞപ്പോൾ ആ 100 പേരിൽ എങ്ങനെ എത്തിപ്പെടണം എന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ലിങ്ക് ഞങ്ങൾ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്ക് വഴി ഫാസിസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് ആദ്യത്തെ 100 പേരായിട്ട് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ആ 100 പേരിൽ ഒരാളായിട്ട് മാറുവാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആരംഭിക്കുന്ന ചേർത്തല നഗരത്തിൽ നമ്മൾ ആരംഭിക്കുന്ന ഈ ഒരു സംരംഭത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഫാസിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.